പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഹോം മെയ്ഡ് സോപ്പാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിതാ കറ്റാർവാഴ എടുത്തിട്ടുണ്ട്, പിന്നെ ബീട്രൂട്ടും അതേപോലെ ഒരു കഷ്ണം മഞ്ഞളുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ കറ്റാർവാഴൻ്റെ ജെല്ല് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തെടുക്കുന്നത് 1 സ്പൂണ് വെജിറ്റബിൾ ഗ്ലിസറിനാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സൂൾ 2 എണ്ണമാണ്. അത് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 സ്പൂണ് മഞ്ഞളെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞളെണ്ണ അല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി. സ്മെല്ലിന് വേണ്ടി പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10 മില്ലിയോളം ഉണ്ടാവും. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കിലോ സോപ്പ് ബേസ് കൊണ്ടാണ് ഈ സോപ്പുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/2 കിലോ സോപ്പ് ബേസ് അതുപോലെ കട്ട് ചെയ്തിട്ട് ഡബിൾ ബോയിൽ വെച്ചിട്ട് ഇത് അലിയിച്ചെടുക്കണം. ഇതുപോലെ പാത്രത്തിൽ വെള്ളം ചൂടാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേറൊരു നമ്മൾ ഉപയോഗിക്കാത്തൊരു പാത്രത്തിൽ വേണം കേട്ടോ ഈ സോപ്പ് ബേസ് ഉരുക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നല്ല ബേസാണെങ്കിൽ പെട്ടെന്ന് ഉരുകി വരും. നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മളവിടെ എടുത്ത് വെച്ച ആ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു നല്ല ബേസ് ആയതുകൊണ്ട് ഞാൻ എടുത്ത ജ്യൂസൊക്കെ ഇതിന് പാകമാണ്. നല്ല ബേസാണെങ്കിൽ ഈ ജ്യൂസ് ഇത്ര വേണ്ടി വരും. അതല്ല കുറഞ്ഞ ക്വാളിറ്റിയുള്ള ബേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും ജ്യൂസ് എടുക്കേണ്ട ആവശ്യമില്ല. 2 മിനിറ്റോളം ഇതിങ്ങനെ വെച്ചിട്ട് ഇത് മോൾഡിലേക്ക് ചൂടോട് കൂടി തന്നെ ഒഴിക്കാം. മുകളിൽ കാണുന്ന ഈ പത ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. ഇനി 2 മണിക്കൂറോളം ഈ സോപ്പ് ഇതിങ്ങനെ ഉണങ്ങാനായിട്ട് വെക്കുക. 2 മണിക്കൂറായപ്പോൾ തന്നെ അതുപോലെ സോപ്പ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ സോപ്പ് ഈ മോൾഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് മാറ്റാം. ബീട്രൂട്ട് ചേർക്കുമ്പോൾ ആ ബീട്രൂട്ടിൻ്റെ അതേ കളറൊന്നും സോപ്പിന് കിട്ടില്ല. അതിന് വേണ്ടി നമ്മൾ വേറെ എക്സ്ട്രാ കളർ ചേർക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇതൊരു നാച്ചുറൽ സോപ്പായതുകൊണ്ട് ഇതിലേക്ക് കളറൊന്നും ചേർക്കണില്ല. എല്ലാ സോപ്പും അതുപോലെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലത്തെ ഒരു കവർ വെച്ചിട്ട് ഈ സോപ്പ് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ സോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങാം.